ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 75% ജോബ് സീക്കേഴ്സും ഓൺലൈനിലാണ് ജോബ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ. ശരിയാണ്. നിങ്ങൾ ആ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജോബ് സെർച്ചിങ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഓൺലൈനിൽ മാത്രമാണ് ജോബ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആ 75% ആൾക്കാരുമായിട്ടാണ്. റെഫറൽ യൂസ് ചെയ്ത് ജോബിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അത് വളരെ ചെറിയ ശതമാനം ആൾക്കാരാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാവുന്ന ഒരു ടിപ്പാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ചെറിയ വീഡിയോ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ കുറച്ചുകൂടി ലോങ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു പർട്ടിക്കുലർ ജോബ് പൊസിഷന് നിങ്ങൾ കറക്റ്റ് ഫിറ്റ് ആയിരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് ആ ഒരു ജോബിന് ഞാൻ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഓൺലൈനിൽ മാത്രം അപ്ലൈ ചെയ്യാതെ, ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം, പക്ഷേ പാരലലി നിങ്ങൾ ആ ഒരു കമ്പനിയെ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്തിട്ട് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. ഏത് ആൾക്കാർക്കാണ് കണക്ഷൻ റിക്വസ്റ്റ് അയക്കേണ്ടത്? അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ജോബ് റോൾ, നിങ്ങൾ അപ്ലൈ ചെയ്ത ആ ജോബ് പൊസിഷൻ, അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന ആൾക്കാരുമായിട്ട് അവർക്ക് ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. ഇപ്പോൾ നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് പൊസിഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് അവിടുത്തെ ചിലപ്പോൾ സെയിൽസ് മാനേജർ ആയിരിക്കും ഹയറിംഗ് മാനേജർ. അതുമല്ലെങ്കിൽ സെയിൽസ് മാനേജർ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഹയറിംഗ് മാനേജർ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആൾക്ക് ലിങ്ക്ഡിനിൽ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. അതല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ജസ്റ്റ് സെൻഡ് എ നോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവർ ലിങ്ക്ഡിനിൽ കണക്ഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ VP ഓഫ് സെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് സെയിൽസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അവർക്കൊക്കെ ഞാൻ എങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നതെന്ന്. പക്ഷേ നിങ്ങളുടെ ഒരു എഫേർട്ട്, നിങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ അവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിനുള്ളൊരു ചാൻസ് കിട്ടിയേക്കാം. അത് എങ്ങനെയാണ് നിങ്ങൾ അവരിലേക്ക് എത്തുക എന്നുള്ളൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷ പോലെ റിപ്ലൈ കിട്ടുന്നുണ്ടാകില്ല. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പ്രസൻറ്റേഷൻ റെഡിയാക്കുക, ഒരു സെയിൽസ് പിച്ച് പോലെ റെഡിയാക്കിയിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുക. അവരെന്തൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു പൊസിഷനിൽ ആൾക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതെല്ലാം പോർട്രേ ചെയ്തിട്ട്, നിങ്ങൾക്കത് പറ്റുമെന്ന് പറയുന്നതിന് പകരം ആ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാൻ പറ്റും, എങ്ങനെയാണ് ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബ് റോളിൽ വാല്യൂ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആ പർട്ടിക്കുലർ മാർക്കറ്റിൽ എങ്ങനെ സെയിൽസ് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ആ പ്രസൻറ്റേഷനിൽ വെച്ചിട്ട് യു റീച്ച് ഔട്ട് ടു ദി സീനിയർ മോസ്റ്റ് പീപ്പിൾ ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും യു ഹാവ് പുട്ട് ദാറ്റ് എക്സ്ട്രാ എഫേർട്ട്, ആ ഒരു ഡെഡിക്കേഷൻ ടു ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കിട്ടാനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് യു ആർ കോൺഫിഡൻറ്റ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് ക്രാക്ക് ഇറ്റ്. അപ്പോൾ എങ്ങനെ ലിങ്ക്ഡിനിൽ അങ്ങനെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും? സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു കമ്പനി XYZ ആണെന്ന് വെക്കുക. ലിങ്ക്ഡിൻ സെർച്ച് ബാറിൽ XYZ എന്നുള്ള കമ്പനി പേരിടുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെയിൽസ് മാനേജറിനെ ഫസ്റ്റ് റീച്ച് ഔട്ട് ചെയ്യുക. സെയിൽസ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ കമ്പനിയിലെ പീപ്പിൾ സെക്ഷനിൽ സെയിൽസ് മാനേജറിനെ കാണാൻ പറ്റും. ആൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. ആ ആൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ആൾ വിചാരിച്ച പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ, ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ചെയ്ത് VP അല്ലെങ്കിൽ ഡയറക്ടർ ലെവൽ. അവർക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ഡെസിഷൻ എടുക്കാൻ പറ്റും. അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ സെറ്റാക്കി തരാൻ സാധിച്ചേക്കും. അപ്പോൾ അവർക്ക് ആ ഒരു എഫേർട്ട് കാണിച്ചു കൊടുത്താൽ, മേ ബി യു ഹാവ് എ ബെറ്റർ ചാൻസ് ടു ഗെറ്റ് ആൻ ഇൻ്റർവ്യൂ, ആൻഡ് യുവർ പ്രൊഫൈൽ വിൽ ഗെറ്റ് നോട്ടീസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ അതൊരു ഓപ്ഷനാണ്. സോ ഒരു ജോബ് ആപ്ലിക്കേഷനെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമായിട്ട് ഒതുക്കാതെ, യു ജസ്റ്റ് ഗോ ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ്. ഡയറക്റ്റ് റീച്ച് ഔട്ട്സ്, ഡയറക്റ്റ് ഒരു ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചാൻസസ് ഒത്തിരി ഹൈ ആകാം. സോ ദിസ് ഈസ് വൺ ഓഫ് ദി വേസ് യു ക്യാൻ അപ്രോച്ച് ജോബ് സീക്കിംഗ്. സോ ഡോണ്ട് റെസ്ട്രിക്റ്റ് യുവർ സെൽഫ് ഇൻ സെൻഡിങ് ജോബ്സ് ത്രൂ ഓൺലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരെ, സീനിയർ മോസ്റ്റ് ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അവർ ചിലപ്പോൾ സെയിൽസ് മാനേജറിനോട് പറയും, ഇങ്ങനെ ഒരാൾ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന്, വൈ ഡോണ്ട് യു ഇൻ്റർവ്യൂ ദാറ്റ് ഗായ്. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, സെയിൽസ് മാനേജറായിട്ട് ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ആ ആൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ നിങ്ങളുടെ ഒരു മെസ്സേജിന്. അപ്പോൾ ആൾ ചിലപ്പോൾ ഒഫൻഡഡ് ആകും. അപ്പോൾ ആളെയും കൂടി ടാക്ടിക്കലി ഒന്ന് ഡീൽ ചെയ്യുക. പറയുക, ഞാനിങ്ങനെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ തിങ്ക് യു വെർ ബിസി,
സോ ഐ ട്രൈഡ് ത്രൂ ഡിഫറെൻറ്റ് ചാനൽസ് ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ടാണ് ഞാൻ VP ലെവൽ, ഡയറക്ടർ ലെവൽ ആൾക്കാർക്ക് റീച്ച് ഔട്ട് ചെയ്തത്. സോ ഐ ഡെൻറ്റ് വാണ്ട് ടു റെസ്ട്രിക്ട് ടു വൺ പേഴ്സൺ. കാരണം അറിയില്ലല്ലോ, നിങ്ങൾ ചിലപ്പോൾ തിരക്കായാലും എൻ്റെ മെസ്സേജ് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് റിപ്ലൈ ആണെന്ന് വെച്ചാൽ ചിലപ്പോൾ വിട്ടുപോയേക്കാം, ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ അപ്ലൈ. അങ്ങനെയുള്ളൊരു അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ ദർ ആർ ഹൈ ചാൻസസ് ദാറ്റ് യു വുഡ് ഗെറ്റ് സക്സസ്ഫുൾ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ അതിനുള്ളൊരു സാമ്പിൾ ടെംപ്ലേറ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ, ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ടെക്നോളജി പൊസിഷനിൽ ഒരു ജോബിന് അപ്ലൈ ചെയ്ത ഒരു മിഡ് ലെവൽ, ഒരു 4-5 വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ ഒരു കമ്പനിയിലെ ഒരു പെയിൻ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു പ്രൊപ്പോസൽ വെച്ചു. വാട്ട് ഐ ക്യാൻ ഡു ടു എൻഹാൻസ് ദെയർ ടെക്നോളജി. അതായത് അവർക്ക് ഒരു ലെഗസി പ്രോജക്റ്റിൽ നിന്ന് മോഡേണൈസേഷൻ പ്രോജക്റ്റിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന ഒരു സംഭവമായിരുന്നു. സോ ദേ വെർ മൈഗ്രേറ്റിംഗ് ഫ്രം ദ ലെഗസി ആപ്ലിക്കേഷൻസ് ടു മോഡേൺ ആപ്ലിക്കേഷൻസ്. അതിന് വേണ്ടിയിട്ട് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ഒരു പ്രസൻറ്റേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് അവർക്ക് ജോബ് കിട്ടി. അതൊരു റിയൽ ലൈഫ് എക്സാമ്പിളാണ്. സോ അങ്ങനെ റീച്ച് ഔട്ട് ചെയ്താൽ യു ഹാവ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ബെറ്റർ വിസിബിലിറ്റി ദെയർ. സോ ഓൾ ദി ബെസ്റ്റ്.